അരിക്ക് വില കൂടി, പഞ്ചസാരയ്ക്ക് വില കൂടി, ചില പച്ചക്കറികൾക്കും വില ഉയരുന്നുണ്ട്. എല്ലാ പച്ചക്കറിക്കല്ലെങ്കിലും 2 ആഴ്ചക്കിടെ പല ഇനങ്ങൾക്കും 10 മുതൽ 20 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി വില കൂടി. ബീട്രൂട്ട്, ക്യാരറ്റ്, ബീൻസ്, പാവയ്ക്ക എന്നിവയ്ക്കും മുരിങ്ങയ്ക്കായ്ക്കും വില ഇപ്പോൾ ഉയരുന്നു. വെളുത്തുള്ളി വില 185 നിന്ന് 202ആയി. ഇഞ്ചിക്ക് 60 രൂപയാണ് കൂടിയത്. ക്യാരറ്റ് 55 രൂപയിൽ നിന്ന് 86 രൂപയായി. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, ഓണം വിപണി തുറന്നിട്ടില്ല. ഓണം വിപണി വരുന്നതിന് മുൻപ് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഇനിയും വില വർദ്ധിക്കാനാണോ സാധ്യത? അരുൺ, നിലവിൽ അങ്ങനെ ഒരു സാധ്യതയാണ് പറയുന്നത്. ഓണം എത്താറാകുന്നു, അപ്പോൾ സദ്യയില്ലാതെ എന്ത് ഓണം എന്നുള്ളതാണ്. ഈ സമയത്ത് ഏറ്റവും അധികം മലയാളികൾ ചോദിക്കുന്നത് പച്ചക്കറികളുടെ വില എന്താണ് എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ചില പച്ചക്കറികൾക്കൊക്കെ വില ഉയരുന്നു എന്നുള്ളതാണ് സാഹചര്യം. ഞാനിപ്പോൾ ഉള്ളത് പാളയത്തെ ഒരു മൊത്ത വ്യാപാര കേന്ദ്രത്തിലാണ്. അവിടെ ഇതാ ഇപ്പോൾ രാവിലെ ഈ പച്ചക്കറികളുടെയൊക്കെ കച്ചവടം അതൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ചില ഇനങ്ങൾക്കാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില പച്ചക്കറികൾക്കാണ് വില കൂടിയിട്ടുള്ളത്. വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയവയ്ക്ക് വില കൂടി എന്നുള്ളതാണ്. നമുക്കിപ്പോൾ പാളയത്തെ ചേട്ടനുണ്ട്. ചേട്ടാ, എങ്ങനെ ഇപ്പോൾ ഒരു പച്ചക്കറിയുടെ വിലയൊക്കെ എങ്ങനെ പോകുന്നത്? അല്ല, ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എല്ലാത്തിനും വില കൂടി വരികയാണ്. കൂടുന്ന സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്യാരറ്റ് കഴിഞ്ഞ ദിവസം ഒരു 50-55 രൂപ ഉണ്ട് ക്യാരറ്റിന്. ഇപ്പം എല്ലാം കൂടി 85 ഹോൾസെയിൽ റേറ്റാണ്. 85-90 രൂപ വരെ ക്യാരറ്റിൻ്റെ റേറ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ ഊട്ടി ബീറ്റ്റൂട്ടിന് 80 രൂപ ഊട്ടി ബീറ്റ്റൂട്ടിനായിട്ടുണ്ട്. അതുപോലെ തന്നെ ബീൻസ് വില കൂടി വരികയാണ്. 70 രൂപയായിരുന്നു ബീൻസിന് വന്നിട്ടുണ്ട്. പിന്നെ തക്കാളിക്ക് വില കുറഞ്ഞിട്ടുണ്ട്. ഉള്ളിക്ക് ഒരു ലെവലിലുള്ള വില ഉള്ളിന് മുകളിലും പോയി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചില സാധനങ്ങൾ ഒരു 5-6 സാധനം, ഇഞ്ചിക്ക് 180 റുപ്യ. അതേമാതിരി കിഴങ്ങിന് സാധാരണ 20-22 രൂപ കിഴങ്ങിന്. അങ്ങനെയൊക്കെയാണ് ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഹോൾസെയിൽ റേറ്റൊക്കെ പറയുന്നത്. അതിന് പുറമെ വെളുത്തുള്ളി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വില കൂടി വരികയാണ്. 200 രൂപ വരെ ഹോൾസെയിൽ റേറ്റ് ചാക്ക് റേറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ വില കുറവുള്ള സാധനമുണ്ട്. ഇല്ല എന്നില്ല. ഇപ്പോൾ തക്കാളിക്ക് ഓൾറെഡി തക്കാളിക്കൊക്കെ വില കുറവാണ്. നല്ല വില കുറവ്. 12 രൂപ 15 രൂപ 20 രൂപ തക്കാളിക്ക് വില ഉള്ളൂ. നമ്മൾ ഈ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഈ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും ഒരു വില? അല്ല, ഓണം ആകുമ്പോഴത്തെ ഏകദേശം വില മാറ്റങ്ങൾ. ഇപ്പം പയറിനിപ്പം 50 രൂപയാണ് പയറിനുള്ളത്. അതും പയർ, പാവക്ക, ആ സാധനമൊക്കെ വില. ഇപ്പം പാവയ്ക്ക് ഇപ്പം 60 രൂപ ഹോൾസെയിൽ റേറ്റ് ഉണ്ട്. അത് കുറച്ച് ദിവസം മുമ്പ് എന്തായാലും മറക്കാൻ എങ്ങനെ കഴിഞ്ഞ ഓണത്തിന് പച്ചക്കറി വില കുറവായിരുന്നു. അതേമാതിരി അതിന് മുന്നത്തെ ഓണത്തിന് വില കൂടുതലായിരുന്നു. അപ്പം എങ്ങനെയാണ് കർഷകർ സാധനം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വില മാറ്റം വരും. കാരണം കൂടുതൽ വരാതെക്കാനാണ് നമ്മൾ നോക്കുക. കുറഞ്ഞാലേ കച്ചവടം കൂടുതൽ കിട്ടും. അതത്രേ ഉള്ളൂ. അപ്പോൾ ഒരു വലിയ ടെൻഷൻ ഇല്ലാതെ സദ്യ ഉണ്ണ എന്നുള്ളതാണോ നിലവിലെ സാഹചര്യം? അല്ല, അങ്ങനെയാണ് വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് കച്ചവടം പോകേണ്ടത്. വില കുറഞ്ഞ് കിട്ടിയാലും മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുള്ളൂ. വില കൂടി വെച്ചിട്ട് ഇപ്പോഴത്തെ വിലക്കയറ്റും മറ്റുള്ള ജനങ്ങളെ എല്ലാം ബുദ്ധിമുട്ടിലാണല്ലോ. വില കുറഞ്ഞ് വരണമെന്നാണ് ഞങ്ങൾ കച്ചവടക്കാരാഗ്രഹം. ഇങ്ങനെയൊക്കെ പച്ചക്കറിക്ക് വില കൂടുന്നുണ്ട്, ടെൻഷൻ പച്ചക്കറിക്ക് മാത്രമല്ലല്ലോ, മൊത്തം വിലക്കയറ്റുണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് നമ്മൾ കാണണമല്ലോ. സർക്കാർ അതിനൊരു മുൻകരുതൽ എടുക്കുന്നില്ല. സർക്കാർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ സർക്കാരൊന്ന് പച്ചക്കറി മേഖലയിലും മറ്റുള്ള വ്യവസായ കച്ചവട സ്ഥാപനത്തിൽക്കും വിലക്കെട്ടാൽ തന്നെ വില കുറയുള്ളൂ. സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. അതാണ് ഒരു സത്യം. അരുൺ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയ ആളുകളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ചില പച്ചക്കറികൾക്കൊക്കെ വില കൂടുന്നുണ്ട്. ഒരു പക്ഷേ വില ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിലുള്ളവർ, ഈ വ്യാപാര സ്ഥാപനത്തിലൊക്കെ ഉള്ളവർ പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ചില സാധനങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട്. ഇതിന് ഓണമാകുമ്പോഴേക്ക് ഇതിൻ്റെയൊക്കെ മുരിങ്ങക്കായുടെയും വെളുത്തുള്ളിയുടെയൊക്കെ വില ഇതേപടി ഉയർന്നു നിൽക്കുമോ, അല്പമെങ്കിലും താഴാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കാലാവസ്ഥ ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് പ്രതിസന്ധിയാണ്.